രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പേര് പോലും ഭയപ്പെടുന്നതുകൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റാമെന്ന് കെപിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം.എൽ.എ. ഇഡിയെ രാഷ്ട്രീയ ആയുധമാക്കി സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും കേസിൽ രാഷ്ട്രീയ പ്രേരിതമായി ഉൾപ്പെടുത്തിയതിന് കോടതിയിൽ നിന്ന് തന്നെ തിരിച്ചടി നേരിട്ടുവെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. കണ്ണൂരിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇഡിയെ രാഷ്ട്രീയ ചട്ടുകമാക്കുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ കണ്ടതെന്ന് കെപിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം.എൽ.എ. ആരോപിച്ചു. രാഷ്ട്രീയ എതിരാളികളെ ദ്രോഹിക്കുന്നതിനായി ഏജൻസികളെ വ്യാപകമായി ഉപയോഗിക്കുകയാണ്. ഗ്രാമീണ മേഖലയുടെ പട്ടിണി അകറ്റാനാണ് മൻമോഹൻ സിംഗ് സർക്കാർ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. ജനങ്ങൾ അതിനെ പിന്തുണക്കുന്നുണ്ട്. ഇത് കണ്ടാണ് ഇപ്പോൾ അതിനെ തകർക്കാൻ നോക്കുന്നതെന്നും സണ്ണി ജോസഫ് ആരോപിച്ചു. കേന്ദ്ര ഏജൻസികൾ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു? കള്ളന്മാരെ സംരക്ഷിക്കുകയും രാഷ്ട്രീയ എതിരാളികളെ ദ്രോഹിക്കുകയും ചെയ്യുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ എല്ലാ കാര്യത്തിലും സ്വീകരിക്കുന്നത്. ജനങ്ങളെ ബാധിക്കുന്ന ജീവൽ പ്രശ്നമാണ് മഹാത്മാജി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. ഗ്രാമീണ മേഖലയുടെ ജീവനാഡിയായ ആ പദ്ധതിയും നമുക്കറിയാം. കോൺഗ്രസ് ഗവൺമെന്റാണ്, മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റാണ് പ്രഖ്യാപിച്ചത്. സോണിയാഗാന്ധി UPA ചെയർപേഴ്സൺ ആയിരിക്കുമ്പോഴാണ് 2004 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനം എന്ന നിലയിലാണ് ഗ്രാമീണ മേഖലയുടെ പട്ടിണി അകറ്റാൻ ദേശീയ മഹാത്മാഗാന്ധിയുടെ നാമധേയത്തിലുള്ള ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിച്ചത്. ആ പദ്ധതിയെ കേന്ദ്ര ഗവൺമെന്റ് BJPയുടെ ഗവൺമെന്റ് ആദ്യം മുതൽ ചെറുക്കുകയായിരുന്നു. 2009 പാർലമെന്റ് ഇലക്ഷനിൽ BJP വീണ്ടും പരാജയപ്പെട്ടപ്പോൾ അവര് തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തിയത് ഈ തൊഴിലുറപ്പ് പദ്ധതിയാണ് അവരുടെ പരാജയത്തിന്റെ കാരണം എന്നവർ കണ്ടെത്തി. ആ പദ്ധതി തങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് ദോഷം ചെയ്യും. ജനങ്ങൾ ആ പദ്ധതിയുടെ ഗുണഫലങ്ങൾ നന്നായിട്ട് അനുഭവിക്കുന്നു, അതിനെ പിന്തുണയ്ക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് രാഷ്ട്രപിതാവിന്റെ നാമധേയത്തിലുള്ള പദ്ധതിയെ അവരാദ്യം മുതൽ എതിർത്തത്. അതിന്റെ ഫലമായിട്ട് നമുക്കറിയാം, പാർലമെന്റിൽ പുതിയ നിയമ ഭേദഗതി കൊണ്ടുവന്നത് ആ പദ്ധതി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ്. പല പദ്ധതികളുടെയും പേരുകൾ മാറ്റുന്ന തിരക്കിലാണ് കേന്ദ്ര സർക്കാർ. അതിനൊപ്പമാണ് മഹാത്മാഗാന്ധിയുടെ പേരും വെട്ടുന്നത്. രാഷ്ട്രപിതാവിന്റെ പേര് പോലും അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണെന്നും സണ്ണി ജോസഫ് ആരോപിച്ചു. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ കണ്ണൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെപിസിസി പ്രസിഡന്റ്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ മുഹമ്മദ് ബ്ലാത്തൂർ, രാജീവൻ എളിയാവൂർ, ജോസ് ജോർജ് പ്ലാത്തോട്ടം, K. പ്രമോദ്, ശ്രീജ മഠത്തിൽ, MK മോഹനൻ, രാഹുൽ കായക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.